ഈ മാമാങ്കവുമായി ബന്ധപ്പെട്ടിട്ട് വെടിമരുന്നുകളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു അറ, അല്ലെങ്കിൽ മാമാങ്കത്തിൽ പരിക്കേൽക്കുന്ന ആളുകളെ ചികിത്സിക്കാനുള്ള മരുന്നുകളൊക്കെ നിറച്ച് വെച്ചിരുന്ന അറ എന്നൊക്കെ പറയുന്ന ഒരു മരുന്നറ എന്ന് പറയുന്ന ഒരു അറ ഉണ്ട് കേട്ടോ അവിടെ. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കേട്ടോ അതുള്ളത്. പിന്നെ ഈ മരുന്നറ എന്ന് പറയുന്ന സംഭവം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കഥകളുണ്ട്. ഇത് മാമാങ്കത്തിൽ പരിക്കേൽക്കുന്ന ആളുകളെ ചികിത്സിക്കാനുള്ള മരുന്നുകളൊക്കെ ഈ ഒരു അറയിലാണ് നിറച്ച് വെച്ചിട്ടുള്ളത്. രാജാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപൂർവ ശേഖരങ്ങളൊക്കെ ഈ ഒരു ഇതിലാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ പല കഥകളും ഇതിൻ്റെ ബാക്കിലുണ്ട്. സംഭവം ഇതാണ് ഈ മരുന്നറ എന്ന് പറയുന്ന ആ സംഭവം കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി വെക്കാം. ഇതാട്ടോ, ഇതാണ് മരുന്നറ. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു അറയുണ്ട്. കല്ല് ചെത്തിയെടുത്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മഹാശിലായുഗ കാലവുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു മരുന്നറക്ക്. നമുക്കേ ഒരു ടോർച്ച് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അടിച്ചു നോക്കട്ടോ. ഉള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല. ഒരു അറയാണ് ഇതിനുള്ളിൽ, ഒരു ചെറിയ അറ, ഒരു വലിയൊരു അറൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയ അറ. അതിനാണ് ഇതിൻ്റെ ഉള്ളിലാണ് സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരുന്നത്. പല ഇതുണ്ട് കേട്ടോ. മരുന്ന് നിറച്ച് വെക്കുന്ന അറ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ വെടിമരുന്നുകളൊക്കെ സൂക്ഷിച്ചിരുന്ന അറ എന്ന് പറയുന്നുണ്ട്. പിന്നെ രാജാവിൻ്റെ രഹസ്യ കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ പല കഥകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ മാമാങ്കവുമായി ഇതിന് നല്ലൊരു ബന്ധമുണ്ട് കേട്ടോ.